സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ശ്രീ എൻ നിയതി കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ എൻ നിയതി, ഇവിടെ പറഞ്ഞു വെച്ചതിൽ നമുക്ക് തുടങ്ങാം. സാധാരണ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, വാരിക്കൂരി കൊടുക്കും എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നു. പക്ഷെ അവിടെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത് അവസരങ്ങളുടെ ഒരു അതിവേഗ പാതയാണ് ഈ ഒരു ബഡ്ജറ്റ്. അതായത് ഇന്ത്യയുടെ സ്വപ്നങ്ങൾ പ്രതിഫലിക്കുന്ന ബഡ്ജറ്റ്, ഭാവിയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവസരങ്ങളാണ് ഒരുക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾക്ക്, യുവത്വത്തിന് കൃത്യമായ രീതിയിൽ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് ഭാവിയെ ദൃഢമാക്കാനുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്, അല്ലേ? നമ്മളെ 2026-27 ബഡ്ജറ്റിനെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നലത്തെ എക്കണോമിക് റിവ്യൂ പ്രസിദ്ധീകരിച്ച അവസരത്തിൽ ഇന്ത്യൻ എക്കോണമി 2025-26 7% വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട്. അത് വരും വർഷങ്ങളിലും തുടരും. അങ്ങനെ അത് വേൾഡ് ബാങ്കും അതേപോലെ തന്നെ IMF ഒക്കെ പറയുന്നത് 6.5% ഗ്രോത്ത് റേറ്റ് വരെ വരുന്ന 2-3 വർഷം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിഭാവന ചെയ്യുന്ന വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുവാൻ ഗവൺമെൻറ്റിന് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ആയിരിക്കാം പ്രധാനമന്ത്രിയെ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിന് വിധേയനാക്കിയത്. അപ്പോൾ അതിൽ തെറ്റൊന്നും പറയാൻ കഴിയുകയില്ല. കാരണം ഇന്ത്യ വളരെ വേഗം വളരുന്ന ഒരു എക്കോണമിയാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളല്ല, 3-4 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളുടെ വളർച്ചാ നിരക്ക് 6% താഴെയായിരുന്നു. അത് ക്രമേണ ഉയർന്നാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിക്കുന്ന ഒരു രാജ്യമായി മാറുകയും നമ്മളുടെ സമ്പത്തിലെ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിലെ ഇന്ന് ലോകത്തെ 4ാമത്തെ രാഷ്ട്രമായി ഉയരുകയും ചെയ്തു. അത് 2030 കൂടി 3ാമത്തെ രാഷ്ട്രമായി ഉയരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം, അതായത് നടപ്പ് വർഷം 25-26 26-27 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതും ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം തീർച്ചയായിട്ടും 2026-27 ബഡ്ജറ്റിനെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട്. ഇപ്പം ഇവിടെ പലരും എന്തൊക്കെ സംസാരിച്ചു എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എൻ്റെ നിരീക്ഷണത്തിൽ ഈ ബഡ്ജറ്റ് 2026-27 ബഡ്ജറ്റ് യുവശക്തി ഡ്രിവൺ ആണെന്ന് ധനകാര്യമന്ത്രി പറയുന്നു. അതിനുവേണ്ടി 3 കർത്തവ്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതൊന്ന് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. 2 ജനങ്ങളുടെ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്തുക. 3 സർക്കാർ സാത്ത് സബ്കാ വികാസ്, അതായത് സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും തുല്യ രീതിയിൽ എത്തണം എന്ന 3 കർത്തവ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് 2026-27 ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി ചില മാർഗങ്ങളും പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്താണ്. എക്കണോമിക് ഗ്രോത്തിൽ തന്നെ പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറിനും MSMEക്കും ഇൻഫ്രാസ്ട്രക്ചറിനും ലോങ് ടേം ഗ്രോത്തിനും പ്രാധാന്യം കൊടുക്കുന്ന 6 ഘടകങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസക്തി ഞാൻ അതിനകത്ത് കാണുന്നത് ഫാർമ കമ്പനികളുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം ഒരു 10,000 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതായത് ഫാർമസി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി 10,000 കോടി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പല തരത്തിലുള്ള ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ അല്ലെങ്കിൽ മരുന്നുകളുടെ വില കുറയ്ക്കാൻ കഴിയുമെന്നാണ് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്കിവിടെ ഒരു ചോദ്യം വന്നേക്കാം, ഫാർമ ഉൽപ്പാദനത്തിൽ കേരള ഗവൺമെൻറ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു നിർദ്ദേശം ചിലവ് വന്നേക്കാം. തീർച്ചയായിട്ടും അവിടെ കാണേണ്ടുന്നത് മറ്റൊരു രീതിയിലാണ് 10,000 കോടി രൂപ നീക്കി വെക്കുന്ന അവസരത്തിൽ കേരളത്തിലുള്ള ഇപ്പോൾ ഔഷധിക്ക് വേണമെന്നുണ്ടെങ്കിലും മറ്റ് അലോപ്പതി ഉൽപ്പന്നങ്ങൾക്കാര ഫാർമസ്യൂട്ടിക്കൽസിന് വേണമെന്നുണ്ടെങ്കിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി ഇതിൻ്റെ ഒരു വിഹിതം ചോദിച്ചു വാങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ അതിൻ്റെ പ്രയോജനം കേരള ഗവൺമെൻറ്റിന് കിട്ടും. അതുപോലെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിക്ക് വേണ്ടി 40,000 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി വളരെ വേഗം വളരുന്നതാണ്. ആ 40,000 കോടി രൂപയുടെ ഒരു വിഹിതം വാങ്ങുന്നതിന് വേണ്ടി വ്യക്തമായിട്ടുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ സമീപിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് തന്നില്ല,
അല്ലെങ്കിൽ ഫാർമ ഉൽപ്പാദനത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ള പരിഭവം പറയാതെ ഇന്ത്യ ഗവൺമെൻറ് നീക്കി വച്ചിരിക്കുന്ന ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും ഫാർമ ഉൽപ്പന്നങ്ങൾക്കാണെന്നുണ്ടെങ്കിലും വിഹിതം വാങ്ങാനുള്ള ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കേരളം വാങ്ങിയെടുക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. അതേപോലെ തന്നെ കണ്ടെയ്നർ മാനുഫാക്ചറിങ്ങിന് വേണ്ടി 10,000 കോടി വെച്ചിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് പ്രപ്പോസൽ കൊടുത്ത് വിഹിതം വാങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതുപോലെ SMEയുടെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെയും മൈക്രോ ഇൻഡസ്ട്രീസിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി ഏകദേശം 10,000 കോടി രൂപ വെച്ചിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ കേരള ഗവൺമെൻറ് വ്യക്തമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീതം കേരളത്തിന് കിട്ടും. ഇങ്ങനെ ഓരോ സെക്ടറിലും മാറ്റിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓരോ മേഖലയ്ക്കും മാറ്റിവെച്ചിട്ടുള്ള തുകയിൽ നിന്നും കേരളത്തിൻ്റെ വിഹിതം വാങ്ങുന്നതിന് വേണ്ടി വ്യക്തമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ സമീപിക്കുകയും ഷെയർ ചോദിച്ചു വാങ്ങുകയും ചെയ്യേണ്ടുന്ന ഒരു സമീപനത്തിലേക്ക് ഗവൺമെൻറ് ഓഫ് കേരള നീങ്ങുന്നില്ല. ഇനിയും നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വിഹിതം കിട്ടാതെ വരും. അത് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോന്നിൽ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം, പക്ഷേ അത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം ഇപ്പം നിയമം വഴി മാറ്റിയിട്ടുണ്ട്. അതിൽ നേരത്തെ 90% ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിരുന്നു. ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 60% കുറച്ചു, 40% ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഖാദി ഇൻഡസ്ട്രിയുടെ വികസനത്തിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഖാദി ഇൻഡസ്ട്രിയുടെ വികസനത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഏറ്റെടുത്തിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഖാദി ഇൻഡസ്ട്രിയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോന്നിനും പ്രത്യേകം തരണമെന്നില്ല. അതങ്ങനെ മാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് പ്രയോജനം ചെയ്യും. പിന്നെ ഇവിടെ കേരളത്തിൻ്റെ വിഹിതത്തെപ്പറ്റി പലരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമ്മൾ 2026-27 ബഡ്ജറ്റ് നോക്കുന്ന അവസരത്തിൽ കേരളത്തിന് പ്രത്യേകമായിട്ട് വിഹിതമൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് റെയിൽവേയുടെ വിഹിതം കിട്ടിയിട്ടില്ല. മറ്റോരോ മേഖലയിലും നമ്മൾ കൊടുത്ത 21,000 കോടി രൂപയിലെ പ്രോജക്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതിനെപ്പറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് കേരള ഒരു പുനർചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ പ്ലാനിംഗ് ബോർഡ് വർക്ക് ചെയ്തൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, കേരള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും പ്രോജക്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി വ്യക്തമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നില്ല, അതിന് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതിൻ്റെ വിഹിതം ചോദിച്ചു വാങ്ങാനുള്ള ഒരു ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ ഇച്ഛാശക്തി ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 2026-27 ഗവൺമെൻറ് ഓഫ് കേരള കൊടുത്ത 21,000 കോടി രൂപയുടെ പാക്കേജിൽ കേരള ഗവൺമെൻറ് വലുതായിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പാക്കേജിലുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ശബരി റെയിലിനെ പറ്റി പറയുന്നു. 1997 തുടങ്ങിയതാണ്. ഏകദേശം 25 വർഷം കഴിഞ്ഞ് 2025 പ്രോജക്റ്റ് പിന്നെ കോസ്റ്റ് റിവൈസ് ചെയ്ത് 3,900 കോടി രൂപയായിട്ട് ഉയർത്തുകയാണ് ചെയ്തത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചു. അപ്പോൾ അതിലൊരു വ്യവസ്ഥ വെച്ചത് 50% കേരളയും 50% ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെയിൽവേ എടുക്കണമെന്നുണ്ട്. അതും സമ്മതിച്ചു. സംബന്ധിച്ച അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് കേരള പറയുന്നത് ആ 50%, അതായത് 1910 കോടി രൂപ ഞങ്ങൾക്ക് വായ്പയായിട്ട് തരണമെന്നാണ്. ഏത് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും കേരള ഗവൺമെൻറ് വിഹിതം വായ്പയായിട്ട് പരിഗണിക്കണം എന്നുള്ള ഗവൺമെൻറ് ഓഫ് കേരളയുടെ നിർദ്ദേശമാണ് പല പ്രോജക്റ്റുകളും നമുക്ക് കിട്ടാതെ വന്നത്. ഇപ്പോൾ ശബരി റെയിലിൻ്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചത് മാത്രമല്ല, ഇങ്ങനെ വായ്പ എടുക്കുന്ന അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രികക്ഷി സമിതി ഉണ്ടാക്കി. അതൊന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേ, RBI, കേരള ഗവൺമെൻറ്, അങ്ങനെ ത്രികക്ഷി സമിതി ഉണ്ടാക്കി അത് ചർച്ച ചെയ്തെടുക്കാമെന്ന് പറഞ്ഞപ്പം അതിൽ നിന്ന് കേരള ഗവൺമെൻറ് പിന്മാറുകയാണ് ചെയ്തത്. അങ്ങനെ വായ്പയെ മാത്രം ആശ്രയിച്ച് പ്രോജക്റ്റുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും ചോദിച്ചു വാങ്ങി നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് കേരള ഗവൺമെന്റ് ഏറ്റവും വലിയ പരിമിതി കേരളത്തിന്റെ. ആ പരിമിതിയാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്. ശ്രീ വർഗീസ് ജോർജ്, നമ്മൾ ഈ അതിവേഗ റെയിൽ നമുക്കില്ല എന്ന് പരിതപിക്കുമ്പോൾ പോലും ഈ 7 അതിവേഗ റെയിൽ ഇടനാഴികൾ ഇന്ന് പ്രഖ്യാപിച്ച ആ സ്ഥലങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ.
സാമ്പത്തികമായും സാങ്കേതികപരമായും ഒക്കെ വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്.